ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തുള്ള പാടുകളൊക്കെ മാറി മുഖം നല്ല ഗ്ലോ ആവാനൊക്കെ പറ്റിയ ഒരു ഈസി ഒരു മഞ്ഞൾ കൊണ്ടൊരു ഫേസ് പാക്കാണിത്. മഞ്ഞളിൻ്റെ ഫേസ് പാക്ക് ചിലർക്ക് മഞ്ഞളിൻ്റെ പാക്കൊക്കെ ഇടുമ്പോൾ കറുത്തു പോകാറുണ്ട്. ചില ആൾക്കാർക്ക് ഒരു പുകച്ചൊരു പോലെയൊക്കെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ മഞ്ഞളുടെ പാക്ക് മുഖത്ത് തേക്കുവാണെങ്കിൽ മുഖത്ത് കുരുക്കളൊന്നും ഉണ്ടാവില്ല, മുഖം നല്ല ക്ലിയർ ആയിട്ടുണ്ടാവും. പിന്നെ ടാനൊക്കെ ഉണ്ടെങ്കിൽ നല്ലവണ്ണം മാറി കിട്ടാനും അടിപൊളിയാണ്. ഇതൊരു 7 ദിവസം വരെ ഈ ഒരു പാക്ക് ഇതേപോലെ തന്നെ തേക്കുവാണെങ്കിൽ മുഖത്ത് നല്ലൊരു മാറ്റം അറിയാൻ പറ്റും കേട്ടോ. മുഖക്കുരൊക്കെ മാറി മുഖം നല്ല ഗ്ലോ ആയിട്ട് തന്നെ ഉണ്ടാവേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് കണ്ടു നോക്കട്ടെ. കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം. അപ്പോൾ ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യമുണ്ട്. അപ്പോൾ അത് ഞാനത് ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. ചൂടാക്കിയാൽ മാത്രം പോലെ ഈ മഞ്ഞളുടെ ഒരു കളറില്ലേ, ആ കളറൊക്കെ മാറി ഒരു കറുത്ത കളറാക്കി കിട്ടണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മുഖത്തൊക്കെ തേച്ച് കൊടുക്കുന്നത്. ഈ മുഖക്കുരു വന്ന പാടുകൾ മുഖക്കുരു ഒക്കെ മാറി മുഖം നല്ല ക്ലിയർ ആവും കേട്ടോ. ഒരാഴ്ച നിങ്ങൾ കണ്ടിന്യൂസ് തേച്ച് നോക്കൂ, നല്ല വ്യത്യാസം മുഖത്ത് അറിയാൻ പറ്റുമേ. പക്ഷേ ഇത് നമുക്ക് വേണമെങ്കിൽ റോസ് വാട്ടർ മിക്സ് ചെയ്ത് തേക്കാം, സാധാ വെള്ളത്തിൽ മിക്സ് ചെയ്തൊക്കെ തേക്കാം കേട്ടോ. പക്ഷെ ഒരു മോയ്സ്ചറൈസറായിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ ഈ ഒരു പാക്കിലങ്ങ് ചേർക്കുവാണെങ്കിൽ ഇച്ചിരി കൂടുതൽ നല്ലതാണ്. സ്കിന്നൊക്കെ നല്ല ഒരു ഗ്ലോ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കണം എന്താണെന്ന് നോക്കിക്കോളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു മഞ്ഞ കളർ മാറുന്ന വരെ നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാനിതാ മഞ്ഞളിതാ നന്നായിട്ടങ്ങ് കരിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഇതേ രീതിയിൽ പാക്ക് മുഖത്തിടുവാണെങ്കിൽ മഞ്ഞളിൻ്റെ ഒരു അംശം പോലും മുഖത്ത് കാണത്തില്ല. ഇതേപോലെ ഇങ്ങനെ കരിച്ചെടുക്കണം കേട്ടോ. അല്ലാതെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് മഞ്ഞളൊന്നും വരാൻ പാടില്ല. ഇതേപോലെ തന്നെ ഈ കാപ്പിപ്പൊടിയുടെ ഇതേ കളറിൽ തന്നെ കിട്ടണം കേട്ടോ. ഇനി നമുക്കിതിലോട്ട് റോസ് വാട്ടർ ചേർക്കാം, തൈര് വേണമെങ്കിൽ ചേർക്കാം, പാല് വേണമെങ്കിൽ ചേർക്കാം, തക്കാളിയുടെ നീര് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പം ഞാനിതിലോട്ട് മിക്സ് ചെയ്യണത് തേനാണ്. തേനും കൂടെ ഈ ഒരു പാക്കിലങ്ങ് മിക്സ് ചെയ്ത് മുഖത്ത് തേക്കുമ്പോൾ മുഖത്തിലെ പാടൊക്കെ പോകാനൊക്കെ നല്ലതാണ്. പിന്നെ മുഖം നല്ലൊരു മോയ്സ്ചറൈസറായിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. തിളക്കം കിട്ടാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ നമുക്കിതിലോട്ട് തേൻ ചേർത്ത് കൊടുക്കാവേ. ഈ മഞ്ഞളും തേനും മാത്രം മതി കേട്ടോ. ഒരു ഈസി ടിപ്പല്ലേ, ദിവസം ചെയ്യുന്നതിന് കുഴപ്പമില്ല കേട്ടോ. മഞ്ഞൾ നമ്മൾ പണ്ടൊക്കെ പച്ചമഞ്ഞളൊക്കെ എടുത്ത് അരച്ച് മുഖത്ത് ഡെയിലി നമ്മുടെ അമ്മമാരൊക്കെ തേക്കുന്നത്. ഇപ്പം അതൊക്കെ മാറിയല്ലേ. ഇപ്പം മുൾട്ടാണി മിട്ടിയായി, അരിപ്പൊടിയായി, ഗോതമ്പ് പൊടിയായി, അതൊക്കെയാണല്ലോ. പണ്ട് സ്ഥിരമായിട്ട് തേക്കുന്ന ഒരു പാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അമ്മമാരുടെ മുഖം കാണാനൊക്കെ എന്ത് ഭംഗിയല്ലേ. വലിയ വെളുപ്പമൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം കാണാനൊക്കെ നല്ല ഭംഗിയല്ലേ, സുന്ദരികളല്ലേ. പിന്നെ ഇപ്പോൾ വെയിലൊക്കെ കൊണ്ട് മുഖത്ത് അവിടെയൊക്കെ കരിമങ്കലിയും ഒക്കെ വന്നിട്ടുണ്ട്. അത് നമ്മുടെ ഓരോ പണികൾ ചെയ്തതിൻ്റെയും വെയിൽ അമിതമായി കൊള്ളുന്നതിൻ്റെയൊക്കെയാണ് കേട്ടോ. എന്നാലും അവരുടെ മുഖം കാണാൻ നല്ല ഭംഗിയാണ്. ഈ മഞ്ഞളൊക്കെ തേക്കുന്നുണ്ടല്ലോ. പക്ഷേ മഞ്ഞൾ ചില ആൾക്കാർക്ക് അലർജി വരുത്താറുണ്ട് കേട്ടോ. ചില ആൾക്ക് മഞ്ഞൾ പിടിക്കില്ല. മഞ്ഞൾ തേക്കുമ്പോൾ മുഖം കറുത്തു പോകാറുണ്ട്. അപ്പോൾ മഞ്ഞളിൻ്റെ പാക്ക് തേക്കുമ്പോൾ മഞ്ഞളിൻ്റെ അവിടെ എടുക്കുമ്പോഴത്തേക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യില്ല. പക്ഷേ ഇതേ രീതിയിൽ നമ്മൾ തേക്കുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല. മഞ്ഞളിൻ്റെ ഒരു അംശം പോലും മുഖത്ത് ഉണ്ടാവുകയും ചെയ്യത്തില്ല. പക്ഷെ മഞ്ഞളിൻ്റെ ഗുണം നമ്മുടെ മുഖത്ത് കിട്ടുകയും ചെയ്യും. അതായത് മുഖത്ത് കാണുന്ന കുഞ്ഞു കുഞ്ഞു കുരുക്കളുണ്ടെങ്കിൽ അതൊക്കെ നല്ലവണ്ണം കരിഞ്ഞു പോകാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. നല്ല ക്രീം പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇതാട്ടോ നമ്മുടെ മുഖത്ത് തേച്ച് കൊടുക്കുന്നത്. മുഖക്കുരുള്ള ഭാഗത്തല്ല, അല്ലാത്തൊക്കെ മുഖത്തേക്കാം കേട്ടോ. കഴുത്തിലൊക്കെ തേച്ച് കൊടുക്കാവേ. അപ്പോൾ ഞാൻ ഇച്ചിരി പൗഡർ കിട്ടിയിട്ടാണ് വന്നത്. അതായത് ഞാൻ മുഖമൊക്കെ നല്ല വൃത്തി കഴുകിയിട്ട് വരാവേ. അപ്പോൾ ഞാനിത് മുഖമൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് പാക്കൊന്ന് മുഖത്തൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. കണ്ണിൻ്റെ സൈഡിൽ താഴെ തേക്കണ്ട. പതുക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. പിന്നെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സില്ലേ, അതൊക്കെ കുറയാനൊക്കെ നല്ലതാണ് കേട്ടോ ഈ ഒരു പാക്ക്. മൂക്കിൻ്റെ സൈഡിലൊക്കെ തേച്ച് കൊടുക്കാവേ. എനിക്കുണ്ട്, ഇവിടെയൊക്കെ ഉണ്ട്.
പിന്നെ ഈ ഒരു പാക്കൊക്കെ തേക്കുമ്പോഴേ നമ്മുടെ മുഖം നമുക്കറിയാം, ഒരു കറുത്ത പോലെയൊക്കെ ഇരിക്കുമല്ലോ ഈ ഒരു പാക്ക് തേക്കുമ്പോഴേ. അപ്പോൾ ആൾക്കാരുള്ളപ്പോൾ, അതായത് വീട്ടുകാരൊക്കെ കാണാതെ തേക്കുന്നതായിരിക്കും ഇച്ചിരി കൂടെ നല്ലത്. അല്ലെങ്കിൽ പിന്നെ അവരോട് പറയണം, ഞാൻ ഇന്ന പാക്ക് തേക്കുന്നുണ്ട്, ആരും പേടിക്കരുതെന്ന് പറയണം. അല്ലെങ്കിൽ അയ്യോ അങ്ങനെയൊക്കെ പേടിക്കുമ്പോഴേ നമ്മുടെ പറയുന്ന റിസൾട്ട് കിട്ടില്ല. അനുഭവം ഉണ്ട് കേട്ടോ, അതാണ് പറയുന്നത്. അല്ലെങ്കിൽ വൈകുന്നേരം കുളിയൊക്കെ കഴിഞ്ഞിട്ട് തേച്ചാൽ മതി കേട്ടോ. 5 മണി കഴിയുമ്പം കഴുകി കളഞ്ഞാൽ മതിയല്ലോ. മുഖത്തും ഒക്കെ തേച്ചിട്ട് മുഖത്ത് മാത്രം തേക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ഒന്ന് ആവി പിടിച്ചിട്ട് ഈ ഒരു പാക്ക് തേക്കുവാണെങ്കിൽ ഇതിനേക്കാളും നല്ല റിസൾട്ട് കിട്ടുവേ. എന്നിട്ട് എല്ലാ ദിവസവും ആവി പിടിക്കുന്നു വേണ്ട, ഒരാഴ്ചയിൽ 3 തവണയൊക്കെ മുഖം ഒന്ന് ആവി പിടിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ ആവി പിടിച്ചിട്ട് ഈ ഒരു പാക്കൊക്കെ തേച്ചിട്ട് നമുക്ക് നല്ലവരത്തിൽ കഴുകി കളഞ്ഞിട്ട് എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസിങ് ക്രീമും കൂടെ ഒന്ന് തേച്ച് കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ. തേച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പതുക്കി ഒന്ന് ഇതുപോലെ ഒന്ന് പതുക്കി ഒന്ന് മസാജ് ചെയ്യാം കേട്ടോ. ഇതേ രീതിയിൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടും കേട്ടോ. നമുക്ക് മുഖത്ത് എന്ത് കുഞ്ഞു കുഞ്ഞു കുരുക്കളുണ്ടെങ്കിൽ പെട്ടെന്ന് കുറയാൻ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെയാണ് ജീരകമില്ലേ, ജീരകത്തിൻ്റെ പാക്ക് അടിപൊളിയാണ്. മുഖത്ത് കാണുന്ന കുരുക്കളൊക്കെ 2 ദിവസം, നമ്മൾ 2-3 ദിവസം കണ്ടിന്യൂസ് തേക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് കുറഞ്ഞു കിട്ടുവേ. അതും നല്ലത് തന്നെയാണ്. ഇതുപോലെ ഒന്ന് മുഖത്തൊന്ന് തേച്ച് പിടിപ്പിക്കണേ. എന്നിട്ട് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ സാധാ വെള്ളത്തിലൊന്ന് കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. ഒത്തിരി നേരം ഒന്നും മുഖത്ത് വയ്ക്കേണ്ട, ഒരു 15 മിനിറ്റൊക്കെ വെച്ചാൽ മതിയേ. ഇതിൻ്റെ റിസൾട്ട് ഞാൻ പറഞ്ഞു, മുഖക്കുരു നല്ലവണ്ണം മാറിക്കിട്ടും. പിന്നെ മുഖത്ത് കാണുന്ന ടാനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കുറയാനൊക്കെ നല്ലതാണ്. മുഖം നല്ല ഗ്ലോ ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിയുമ്പം നമുക്ക് കഴുകി കളയാവേ. അപ്പം ഞാനിതാ ഒരു 15 മിനിറ്റ് മുഖത്ത് വെച്ചായിരുന്നുള്ളൂ. അതിനുശേഷം മുഖം നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. ഒട്ടും മഞ്ഞൾ വന്നിട്ടില്ല കേട്ടോ മുഖത്ത്. നമ്മളതേപോലെ തന്നെ മഞ്ഞൾ കരിച്ചെടുത്തതുകൊണ്ടാണ് മഞ്ഞൾ വരാത്തത്. അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിൻ്റെ അവിടെ ഇവിടെയൊക്കെ സൈഡിലൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒരു മഞ്ഞപ്പ് ഉണ്ടാവുമേ. അപ്പോൾ നല്ല വ്യത്യാസം മുഖത്തായാലും അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ തേൻ ചേർത്തുകൊണ്ട് മുഖം നല്ലൊരു സോഫ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേനിന് പകരം തൈര് വേണമെങ്കിൽ എടുക്കാം. പക്ഷേ തൈര് ഓയിൽ സ്കിന്നുകാർക്ക് ഇച്ചിരി കൂടി ഒന്ന് എണ്ണമ്പയൊക്കെ ചെറുതായിട്ട് തോന്നും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പാലില്ലേ, തിളപ്പിക്കാത്ത പാല്, അതെടുക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ സ്കിൻ ഏതാണോ ചെയ്യുന്നത് എടുക്കുക. ഇതിൻ്റെ കൂടെ ഇതുപോലെ മഞ്ഞൾ നന്നായിട്ടൊന്ന് കരിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് മഞ്ഞളിൻ്റെ ഒരു ഗുണം നമ്മുടെ മുഖത്ത് കിട്ടുകയും ചെയ്യും. മുഖക്കുരുണ്ടെങ്കിൽ നല്ലവണ്ണം മാറി കിട്ടി മുഖം നല്ല ക്ലിയർ ആവട്ടോ. ഒരു 7 ദിവസം വരെ അടുപ്പിച്ച് ചെയ്യുന്നപ്പോൾ പ്രശ്നമൊന്നുമില്ല. മഞ്ഞളല്ലേ, വേറെ വല്ല പാക്കൊന്നുമല്ല, അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. തേനാണ് ഇച്ചിരി കൂടുതൽ നല്ലത്. ഇച്ചിരി ഒരു മുഖത്തൊക്കെ ഒരു മോയ്സ്ചറൈസ് കിട്ടാനൊക്കെ തേനാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പം മുഖം തൊടുമ്പോൾ തന്നെ ഒന്ന് അറിയാൻ പറ്റും, നല്ല സോഫ്റ്റ്നെസ് ഉണ്ട് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. മുഖക്കുരുള്ളവരൊക്കെ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ മുഖമൊന്ന് ആവി പിടിച്ചിട്ട് ചെയ്യുവാണെങ്കിൽ ഇതിനേക്കാളും നല്ല റിസൾട്ട് കിട്ടും. പെട്ടെന്ന് ഒരു 3 ദിവസത്തോടെ നമ്മുടെ മുഖക്കുരൊക്കെ നല്ലവണ്ണം കുറയും. കുഞ്ഞു കുഞ്ഞു കുരുക്കളില്ലേ, അതൊക്കെ വേഗം തന്നെ കുറയും കേട്ടോ. പിന്നെ മുഖം നല്ല നിറം വയ്ക്കാനൊക്കെ നല്ല അടിപൊളിയാട്ടോ ഈ ഒരു രീതി പാക്ക് ചെയ്താൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.